ഒന്ന് ആലോചിച്ച് നോക്കൂ, കോൺഗ്രസിൽ നിന്ന് പടിക്ക് പുറത്താക്കി, എന്നിട്ട് പോലും KPCC അധ്യക്ഷൻ തന്നെ നേരിട്ടെത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കാൻ വേണ്ടി. ഇന്നലെ അദ്ദേഹം പറഞ്ഞ പരാമർശം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഓർമ്മ കാണും. ഈ 23-കാരിയുടെ കംപ്ലൈൻറ്റ് അത് വെൽ ഡ്രാഫ്റ്റഡ് ആണ്, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇതിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് KPCCയുടെ അധ്യക്ഷൻ തന്നെ പറയുകയാണ്. അതിനെ നിഷ്കരണം തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജിജീഷ് കരുണാകരൻ തീരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ജിജീഷ്, ആദ്യം വലിയ ആശങ്കയുള്ളത് ഇത്രയൊക്കെ ക്രൂരത ചെയ്തിട്ടും ഇത്രയൊക്കെ തോന്നിവാസങ്ങൾ ചെയ്തിട്ടും പാർട്ടിക്ക് പുറത്താക്കിയിട്ടും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് ഇപ്പോഴും രാഹുലിനോടൊരു മമതയാണ്. അങ്ങനെയല്ലേ ഇത് രാഷ്ട്രീയ പ്രേരിതമെന്ന് അദ്ദേഹം അങ്ങ് പറയുകയാണ്. VD സതീശൻ അതിനെതിരെ രംഗത്ത് വരുന്നു. എങ്ങനെ ഈ വെൽ ഡ്രാഫ്റ്റഡ് പദം കോൺഗ്രസിനുള്ളിൽ വലിയ തർക്കത്തിനിടയാക്കുന്നു? ശ്യാം, കൃത്യമായി തന്നെ രാഹുലിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിക്കളയുന്ന ഈ പരാതികൾക്ക് പിന്നിലെന്ന് എല്ലാം പുറമെ പറയുമ്പോൾ തന്നെയാണ് നേതാക്കൾ ഒന്നടങ്കം തന്നെ ഓരോരുത്തരായി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുകയും ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് മുന്നോട്ട് വരാൻ തയ്യാറാകുന്ന പെൺകുട്ടികളെ ലൈംഗിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഉണ്ടാകേണ്ടി വരുന്ന പെൺകുട്ടികളെ താറടിച്ച് കാണിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് രണ്ടാമത്തെ പരാതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതിക്ക് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ട് എന്ന കാര്യമാണ് സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, അത് വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷനാണ്, ആരോ തയ്യാറാക്കി കൊടുത്ത അല്ലെങ്കിൽ കൃത്യമായി തന്നെ ഒരു വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷനാണ് എന്ന രീതിയിൽ ഇതിനെ മാറ്റിമറിക്കാനുള്ള ഒരു ശ്രമങ്ങൾ കൂടി സണ്ണി ജോസഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. അത് വലിയ തിരിച്ചടിയായി മാറും. പ്രത്യേകിച്ച് ഒരു പോളിംഗ് നടക്കുന്ന ഘട്ടം, അവിടെയാണ് സണ്ണി ജോസഫിൻ്റെ ഈ പ്രസ്താവന ഉണ്ടായതെന്ന് മനസ്സിലാക്കിയതോടുകൂടി അതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് വ്യക്തമല്ല. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. സണ്ണി ജോസഫിനെ തള്ളി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല, സണ്ണി ജോസഫിൻ്റെ അഭിപ്രായമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതിയുടെ കാര്യത്തിലും തനിക്ക് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ പരാതിയും രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ നിലവിൽ സണ്ണി ജോസഫിനെ തള്ളിയിരിക്കുകയാണ്. ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ അതിനെ മുൻവിധിയോടെ കാണരുത്, പോലീസ് അന്വേഷിച്ച് കോടതിയിൽ വേണ്ട നടപടികൾ എടുക്കും, റിപ്പോർട്ട് നൽകും, പരാതി വൈകി എന്നത് ഒരിക്കലും ഒരു പോരായ്മയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചില ഉദാഹരണങ്ങളടക്കം VD സതീശൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. 5 വർഷവും അതിലധികവും എല്ലാമായുള്ള പരാതികൾ കൃത്യമായി തന്നെ നിയമ നടപടികളിലൂടെ പോകുന്ന സാഹചര്യത്തിൽ പരാതിക്ക് ഒരു നിശ്ചിത കാലാവധിയോ നിശ്ചിത സമയപരിധിയോ ഒന്നും തന്നെ നൽകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിനെ രാഷ്ട്രീയപരമായി താൻ കരുതുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഈ ഒരു വലിയ തിരിച്ചടിയിൽ നിന്ന് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സണ്ണി ജോസഫിൻ്റെ പ്രസ്താവനയോട് പ്രതിപക്ഷ നേതാവ് ഈ ഒരു തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. എന്നാൽ സണ്ണി ജോസഫിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത് പൊതുവിൽ കോൺഗ്രസിൻ്റെ ഒരു അഭിപ്രായം എന്ന രീതിയിൽ തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും, കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം എന്ന രീതിയിൽ തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം നേരത്തെ നമുക്കറിയാം, ആദ്യ പരാതി വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു അവിടെ സ്വീകരിച്ചിരുന്നത്. ആസൂത്രണമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കപ്പെട്ടു. പാലക്കാട് പലതവണ രാഹുൽ മാങ്കൂട്ടത്തിലെത്തി, അപ്പോഴെല്ലാം കോൺഗ്രസ് നേതാക്കളടക്കം ഒപ്പമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ലൈംഗിക പീഡന ആരോപണത്തിൽ ഉൾപ്പെട്ടയാളെ മാറ്റി നിർത്താനുള്ള ഒരു ആർജവം പോലും ഒരു ഘട്ടത്തിലും കോൺഗ്രസ് നേതൃത്വം കാണിച്ചിരുന്നില്ല. വീണ്ടും വീണ്ടും തങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ് എന്ന് തന്നെയാണ് പറയാതെ പറയുകയാണ് കോൺഗ്രസ് നേതൃത്വം. അങ്ങനെയാണ് KPCC അധ്യക്ഷൻ തന്നെ സണ്ണി ജോസഫ് തന്നെ രണ്ടാമത്തെ പരാതിയെ തള്ളിക്കൊണ്ട്, അതായത് അതിനെ ഗൗരവത്തിൽ കണ്ട് അത്തരം പരാതികൾ തൻ്റെ കൈവശം വരുമ്പോൾ അതിന് പിന്നിൽ ആ പരാതിക്കാർക്ക് നീതി ലഭിക്കാൻ, പരാതിക്കാരിയായ അതിജീവിതയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി അവസാനം വരെ പോരാടേണ്ട ഒരു രാഷ്ട്രീയ നേതാവാണ്. അതിനു പകരം തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന MLA, കോൺഗ്രസിൻ്റെ MLA സംരക്ഷിക്കുന്ന രീതിയിൽ, അവരെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതിവിടെ VD സതീശൻ തള്ളുന്ന ഘട്ടത്തിൽ പോലും അത് നിലനിൽക്കുകയാണ് സണ്ണി ജോസഫിൻ്റെ വാക്കുകൾ എന്നതാണ് ഏറ്റവും പ്രധാനം. നാളെ VD സതീശനും മറിച്ചൊരു അഭിപ്രായം പറഞ്ഞുകൂടായികയില്ല. യെസ്, വളരെയധികം കൃത്യമാണ്. കോൺഗ്രസിൽ ഇപ്പോഴും ഈ വേട്ടക്കാരൻ്റെ പിന്തുണയുമായി രംഗത്ത് വരുന്നു പ്രമുഖരായ നേതാക്കൾ എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചില അപ്ഡേറ്റുകളുണ്ട്. കേസിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, KS ബൈജു എന്നിവരെ വീണ്ടും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെ ഡിസംബർ 24 വരെയും KS ബൈജുവിനെ ഡിസംബർ 19 വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 3 പേരെയും കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. ദേവസ്വം മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ നാളെയാണ് വിജിലൻസ് കോടതി വിധി പറയാൻ പോകുന്നത്. അതിനിടെ ഈ ശബരിമല സംഘടിത കൊള്ള, അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരണമെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന വലിയ ഒരു ആവശ്യം ഭക്തർ
ഒപ്പം തന്നെ ഹൈന്ദവ സംഘടനകൾ നമ്മളും ഒക്കെ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ KPCCയുടെ മുൻ അധ്യക്ഷനും കണ്ണൂർ MP-യുമായ കെ സുധാകരൻ പറയുന്നു കേന്ദ്ര ഏജൻസി വരണം, എന്നാൽ മാത്രമേ അന്വേഷണത്തിൽ സത്യം തെളിയുകയുള്ളൂ എന്ന്.